ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ കൊണ്ട് ഒരു ദോശ. മാങ്ങ കുറച്ച് സാധനങ്ങളുണ്ടായി നമുക്ക് എളുപ്പം വീട്ടിലുണ്ടാക്കാം. നമുക്ക് മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കൊണ്ട് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ, പിന്നെ നമുക്ക് ഒരു ബൗളിൽ തേങ്ങ മുറിച്ചരിഞ്ഞിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, അത് നമുക്ക് മാങ്ങയുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു തുണ്ട് ഉപ്പ്, പിന്നെ ഏലക്കാപ്പൊടിയാണ് നമുക്കൊരു സ്പൂൺ അതിൽ വേണ്ടത്. ഈ നെയ്യ് നമുക്കത് ദോശ ചുട്ടെടുക്കാനായിട്ട് നെയ്യ് ഒഴിക്കാം. ഇത്ര കാര്യങ്ങൾ നമുക്ക് വേണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മാങ്ങനെ പൾപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായി ഒന്ന് അടിക്കണം. അതാണ് ഒരു പണി. അത് ചെയ്തിട്ട് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഞാൻ ഇതിന് ചെത്തിയെടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത മാങ്ങയാണ്, അപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇത്തിരി മധുരം കുറഞ്ഞാലും നമുക്ക് പഞ്ചസാര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സിയിൽ അടിക്കണം. ഇത് നമുക്കിപ്പോൾ മാങ്ങ എപ്പോഴും കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിക്കുന്നത് കാണിച്ചു തരാം. മാവ് ആദ്യം ഇതിലിട്ട് കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പിട്ട് വെക്കുക. അധികം ഉപ്പൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മുടെ ഏലക്കപ്പൊടി ഇതുകൊണ്ട് തന്നെ ഒരു സ്പൂണ്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂണാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂണ് ഏലക്കപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ഈ പൾപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ പോരാത്ത വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇഡ്ഡലി മാവിൻ്റെ അല്ലെങ്കിൽ ദോശ മാവിൻ്റെ ഒക്കെ ഇത്തിരി ആ ഒരു കട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഈ നാളികേരം കൂടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മധുരം നോക്കണം കേട്ടോ. നമുക്ക് എപ്പോഴും മാങ്ങ തന്നെ തിന്നുമ്പോൾ അതിനൊരു വെറൈറ്റി ഉണ്ടാക്കി കൊടുത്തു വയ്ക്കുക. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടവും മാങ്ങ തന്നെ തിന്നണ്ട. അതിന് നല്ലതാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടി ഉണ്ടാക്കുമ്പോൾ. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇടാം. ഒത്തിരി മാങ്ങയ്ക്ക് മധുരം കുറവുണ്ട്, മധുരത്തിനനുസരിച്ച്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ. അധികം വെള്ളം വേണ്ട. ആ ദോശയുടെ ഒക്കെ ഒരു പരുവത്തേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മാങ്ങയുടെ സ്മെല്ലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് നല്ല ടേസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കണം. ഇനി മധുരം ഒന്നും നോക്കുകയുള്ളൂ കേട്ടോ. ഇത് സ്വല്പം കൂടി മധുരം ഇടാം. മധുരത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. നമ്മുടെ മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിലിടുന്നത്. പിള്ളേർക്ക് 4 മണിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ലതാണ്. കുറച്ച് ഗോതമ്പ് പൊടി, ഒത്തിരി പഞ്ചസാര, നാളികേരമൊക്കെ ഉണ്ടാക്കുക. ഇനി കട്ടില്ലാണ്ട് ഒന്ന് നമ്മൾ വീട്ടിൽ മാവിന് ഉണ്ടാക്കില്ല, ആ ഒരു ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. സ്വല്പം കൂടി ലൂസാക്കും. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ഇത് ഇത്രയാണ്, ഒരു ചെറിയൊരു കട്ടിയിലാണ് വരുന്നത്. ഇത്ര മതി. ഇനി നമുക്കത് പാൻ വെച്ച് ചൂടാക്കി കോരി ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം.
ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക. ഇതൊരു മിനിറ്റ് ഇങ്ങനെ കിടന്ന് വെന്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിടണം കേട്ടോ. രണ്ട് ഭാഗവും നല്ല ബ്രൗൺ കളറാവണ വരെ ആക്കിയെടുക്കുക. അപ്പം ഇവിടെ ഇത് ശരിയായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്കിത് വേവാൻ. അത് മീഡിയം ഫ്ലെയിമിലായതുകൊണ്ടാണ്. അധികം കൂട്ടിയിട്ടത് കരിഞ്ഞ് പോകട്ടെ. അപ്പോൾ അത്യാവശ്യം കുറച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി എടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഇപ്പോൾ 4 ദോശയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പ് പൊടി മാങ്ങയൊക്കെ കൂടുതലിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടത്. മാങ്ങ കുറച്ച് അധികം ഇട്ടാലും നല്ലതാണ്. നല്ല അപ്പോൾ നമ്മുടെ ദോശ, മാങ്ങ കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക് യു.